ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിൻ്റെയും അമേരിക്കയുടെയും നിലപാടുകൾ, അവരുടെ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുന്ന അത്യാധുനിക സംവിധാനം കൃത്യമായി റഷ്യ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ആദ്യമൊന്നും അത്ര ഗൗരവം കാണിച്ചില്ലെങ്കിൽ പോലും ഇറാൻ ഇടപെടുന്ന വിഷയമായതുകൊണ്ട് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ സംരക്ഷിക്കാൻ റഷ്യ മുൻകൈയെടുത്ത് മുന്നോട്ട് വരുമ്പോഴും റഷ്യയ്ക്ക് ചില അറ്റകൈ പ്രയോഗങ്ങൾ നടത്തേണ്ടതായി ഉണ്ട്. ഇറാൻ്റെ ആണവ നിലയങ്ങൾ സംരക്ഷിക്കാൻ റഷ്യയ്ക്ക് കഴിയുമെങ്കിൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും ഒക്കെയുള്ള കഴിവും റഷ്യയ്ക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം, റഷ്യയെ ഉപരോധിക്കാനും റഷ്യയുടെ എണ്ണ വ്യാപാരത്തെ പരിപൂർണമായി ഇല്ലാതാക്കാനും ഒക്കെ അമേരിക്ക സംവിധാനങ്ങൾ മെനയുന്നുണ്ട്. അതുമാത്രമല്ല, റഷ്യ പുതുതായി വ്യാപാരം ബ്രിക്സ് കറൻസിയിലൂടെ നടത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം തുടങ്ങിയത് അത് അമേരിക്കയെ വലിയ തോതിൽ ചൊടിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ ഡോളറിൻ്റെ ശക്തി പ്രാപിക്കൽ ഒരു തരത്തിലും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഗുണകരമല്ല, അത് ദോഷമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ലോക നേതാക്കളോട് വ്ളാഡിമിർ പുടിൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ഒരു കൺവിൻസിങ് സ്ട്രാറ്റജി തീർച്ചയായും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാവിയെ അവതാളത്തിലാക്കും, അമേരിക്കയുടെ ഭാവിയെ ഒരുപക്ഷെ അത് ബാധിക്കും എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം പഴയ സോവിയറ്റ് യൂണിയൻ തിരികെ കൊണ്ടുവരണം. മാത്രമല്ല, അതിന് പല വഴികൾ ഇന്നുണ്ട്. ഒരു ഡയറക്റ്റ് ഫൈറ്റ് US നടത്തുകയല്ല. US ഒരു സ്റ്റേറ്റ് പോലെയാണ് ഇസ്രയേൽ. അവരുടെ 51ാമത്തെ സംസ്ഥാനം എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രയേലിനെ പരിഗണിക്കുന്നത്. ആ ഇസ്രയേലിനെ കൃത്യമായി അറ്റാക്ക് ചെയ്യുക, ഇസ്രയേലിൻ്റെ അത്യാധുനിക സംവിധാനങ്ങളെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിനെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ റഷ്യ ഇറക്കാൻ ശ്രമിക്കുകയാണ്. ഇറാനെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന രാജ്യം, ഇറാന് ഏറ്റവും കൂടുതൽ ധൈര്യം പകരുന്ന രാജ്യം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ തന്നെയാണ്. എന്തെന്നാൽ റഷ്യ എടുക്കുന്ന ശക്തമായ തീരുമാനങ്ങളും നടപടികളും ഒന്നും മറ്റൊരു രാജ്യവും ഇറാന് വേണ്ടി എടുക്കുന്നില്ല. അത് തീർച്ചയായും വളരെ ഗ്രോത്ത് ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഇന്ത്യയിൽ നമുക്കറിയാം, സംഘികൾ തലങ്ങും വിലങ്ങും ഇസ്രയേലിനെ അങ്ങ് സ്തുതിക്കുകയാണ്. സംഘികൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ആപത്ഘട്ടത്തിൽ, നമ്മുടെ രാജ്യം ആപത്ഘട്ടത്തിൽ വന്നപ്പോഴൊക്കെ സഹായിച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ. സംഘികൾ പലതും മറക്കുന്നുണ്ട്, കാരണം അവർ രാജ്യസ്നേഹികളല്ല. സ്വാതന്ത്ര്യ സമരത്തിന് അവർ എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയത്? സായിപ്പിൻ്റെ ഷൂനക്കികൾക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കലാണ്. ഇസ്രായേൽ പോലുള്ള കൃത്യമായി രാക്ഷസ മനോഭാവത്തോടു കൂടി മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത തെമ്മാടികളെ അംഗീകരിക്കാൻ മനസ്സില്ല.